ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് ഈ ഒരു മുല്ലയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേരുടെ വീട്ടിലെങ്കിലും ഉണ്ടാവുമല്ലേ ഇത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ മൊട്ട് കാണാനായിട്ട് നമ്മുടെ മുത്തു പോലെയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ മാലയൊക്കെ കെട്ടി ചൂടാറുണ്ട്. ഇത് എല്ലാവരും ചൂടുമെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൂടാറുണ്ട്. ഈ ഒരു മുല്ലയുടെ ഈ ഒരു ഇതളിന് ഒരുപാട് ഇങ്ങനെ വയലറ്റ് കുത്തുകുത്ത് പോലെയാണ് ഉള്ളത്. ഇത് നമുക്ക് നിറച്ചും പൂക്കൾ തരും കേട്ടോ. എല്ലാ സമയത്തും ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും. ഇതിനധികം കെയറോ വളങ്ങളോ ഒന്നും വേണ്ട. അത്യാവശ്യം വെയിൽ കൊണ്ടാൽ മതി കേട്ടോ. ഒരുപാട് ഓവർ വെയിൽ വേണ്ട, ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോവും. ഇതിങ്ങനെ കുലകുലയായിട്ടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുക. പൂക്കൾ കാണാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയാണ്. നമുക്ക് ഇത് കുറച്ച് വലിയ ചെടിയായാൽ പിന്നെ അതിൽ എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിന് വേനൽക്കാലം എന്നോ മഴക്കാലമോ എന്നൊന്നുമില്ല, എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരും. നമ്മൾ മണ്ണിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ഇതിന് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസത്തിൽ ഒരിക്കൽ ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുത്താൽ മതി. പോട്ടിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 1 മാസത്തിൽ 1 തവണ വളം ഇട്ട് കൊടുക്കണം. നമ്മുടെ പൂന്തോട്ടത്തിൽ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എടുത്തതാണ്. അവിടെ ഇതിപ്പോൾ ഈ ഒരു മുല്ല ഒരുപാട് പിടിച്ച് കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ പൂക്കളൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെടി എന്തായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക. എന്നും നമുക്ക് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. ഒരു കെയറും വേണ്ടാത്ത ചെടി നമുക്ക് നട്ട് കൊടുത്താൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ പോലും നമുക്കിതിൽ നന്നായിട്ട് വളർന്നിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ചെടി കുറച്ച് വലുതായതിന് ശേഷം നമുക്ക് അതിൻ്റെ റൂട്ടിലൂടെ ചെറിയ പ്ലാന്റൊക്കെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാന്റ് മുളച്ച് വന്നിട്ടുള്ള പ്ലാന്റ് നമ്മൾ നട്ടാൽ നമുക്ക് പിടിച്ച് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് നട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കട്ടിങ്സ് നട്ട് കൊടുത്താൽ നമുക്ക് ഇത് പിടിച്ച് കിട്ടുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട്. സാധാരണ മണ്ണിൽ നട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.